Hi children, ഇന്ന് നമുക്ക് The Danger of a Single Story എന്നുള്ള പാഠം പഠിക്കാം. ഇത് നൈജീരിയൻ എഴുത്തുകാരിയായ ചിമമന്ദ നഗോസി അഡിച്ചി എഴുതിയ അതിമനോഹരമായ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു വേർഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് അഡിച്ചി എന്താണ് പറയുന്നത്? ഓരോ രാജ്യത്തിനും അതതായിട്ടുള്ള സംസ്കാരങ്ങളുണ്ട്. ഓരോ രാജ്യത്തിനും അവിടുത്തെ ആളുകൾക്കും വ്യത്യസ്തമായ രീതിയിലുള്ള വേഷവിധാനങ്ങൾ, സംസ്കാരങ്ങൾ എല്ലാം ഉണ്ട്. അപ്പം അത് അവർ പരിപാലിച്ചു പോകുന്നവരാണ്. അപ്പം മറ്റുള്ള രാജ്യത്തിലെ ആളുകൾക്ക് വേറൊരു രാജ്യത്തിൻ്റെ സംസ്കാരം എന്താണെന്നും അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളും നേരെ അറിവ് കാണില്ല. അപ്പം അവർ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ കേട്ടറിഞ്ഞ് വെച്ചിരിക്കും. ആ കേട്ടറിഞ്ഞ് വെച്ചിരിക്കുന്നതിനെ കുറിച്ചാണ് അവർ ആരെയെങ്കിലും വിലയിരുത്തുന്നത്. ഒരു വ്യക്തിയെക്കുറിച്ചായിരുന്നാലും അയാളെ കുറിച്ച് കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മനസ്സിൽ പതിപ്പിച്ച് വയ്ക്കുകയും പിന്നെ അതിൽ നിന്നും കഥ മെനഞ്ഞെടുക്കുകയും ചെയ്യും. അത്തരം അപകടകരമായ കഥ മെനഞ്ഞെടുക്കുക, കേട്ടറിവ് വെച്ച് അപകടകരമായ രീതിയിൽ കഥ മെനഞ്ഞെടുക്കുമ്പോൾ അതിനൊരുപാട് ദോഷഫലങ്ങളും ഉണ്ട്. വ്യത്യസ്ത രാജ്യക്കാർക്കും അതിൽ ഉൾപ്പെട്ട ആളുകൾക്കും വ്യത്യസ്തമായ കൾച്ചർ, സംസ്കാരമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. അല്ലാതെ അവരെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മൊത്തം അങ്ങ് വിശ്വസിക്കരുത് എന്നാണ്. അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഒറ്റ കഥ, അവരെക്കുറിച്ച് അറിയുന്ന ഒറ്റ കഥയിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് അപകടങ്ങളിൽ ചെന്ന് എത്തും എന്നാണ് അഡിച്ചി തൻ്റെ പ്രഭാഷണത്തിലൂടെ ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ 5 പാരഗ്രാഫ് നോക്കാം. അപ്പം അഡിച്ചി പറയാണ്, അവരൊരു കഥ പറയുന്ന ആളാണ്. സ്റ്റോറി ടെല്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ പറയുന്ന ആളാണ്. ഒറ്റ കഥയുടെ അപകടം എന്ന വ്യക്തിപരമായി അവർ പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കഥകളാണ് അവർ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവരൊരു കഥ പറയുന്ന ആളാണ്, സ്റ്റോറി ടെല്ലറാണ്. ഒറ്റ കഥയുടെ അപകടം എന്നവർ വിളിക്കുന്ന ചില വ്യക്തിപരമായ കഥകളാണ് അവരിവിടെ നമുക്ക് വേണ്ടി പറയുന്നത്. അവരെവിടെയാണ് ജനിച്ചത്? കിഴക്കൻ നൈജീരിയയിലെ ഒരു സർവകലാശാല പരിസരത്താണ് അവർ ജനിച്ചു വളർന്നത്. അപ്പം അവർ 2ാമത്തെ വയസ്സിൽ വായിക്കാൻ തുടങ്ങി എന്നാണ് അവരുടെ അമ്മ പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ വായന അവർ തുടങ്ങിയത് 4ാമത്തെ വയസ്സിലെന്നാണ് അവരുടെ ബലമായ ഓർമ്മ. അവരുടെ അമ്മ പറയുന്നത് അവർ 2ാമത്തെ വയസ്സിലെ വായിച്ചു തുടങ്ങിയെന്നാണ്. പക്ഷെ അത് യഥാർത്ഥത്തിൽ വായിച്ചു തുടങ്ങിയത് 4ാം വയസ്സിലാണ് എന്നാണ് അഡിച്ചിയുടെ ശക്തമായ ഓർമ്മ. അവർ കൂടുതലും അമേരിക്കയിലെയും ബ്രിട്ടീഷിലെയും കുട്ടികളുടെ പുസ്തകങ്ങളാണ് കൂടുതലും വായിച്ചിരുന്നത്. പിന്നെ അവർ നേരത്തെ തന്നെ വായന തുടങ്ങിയൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അവർ എഴുതാനും തുടങ്ങി. എഴുത്തും അവർ നേരത്തെ തന്നെ തുടങ്ങിയ ഒരു വ്യക്തിയാണ്. 7ാമത്തെ വയസ്സിൽ അവർ എഴുതാൻ തുടങ്ങി. പെൻസിൽ ഉപയോഗിച്ച് കഥകൾ എഴുതാൻ തുടങ്ങി. അതുപോലെ ക്രയോൺസ് ഉപയോഗിച്ച് വരയ്ക്കാനും ഒക്കെ തുടങ്ങി. അപ്പം അവർ എഴുതുന്ന പെൻസിൽ കൊണ്ട് 7ാം വയസ്സിൽ അവർ എഴുതി തുടങ്ങിയ കഥകൾ, ക്രയോൺസ് ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങളുമെല്ലാം അവരുടെ അമ്മ വായിക്കാൻ നിർബന്ധിതയായി എന്നാണ് അവർ പറയുന്നത്. അപ്പം അവർ നേരത്തെ തന്നെ വായിക്കാൻ തുടങ്ങിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ നേരത്തെ തന്നെ എഴുതാനും തുടങ്ങിയിരുന്നു. 7ാമത്തെ വയസ്സിൽ പെൻസിൽ ഉപയോഗിച്ച് കഥകൾ എഴുതുക, അതുപോലെ തന്നെ ക്രയോൺ ഉപയോഗിച്ച് വരയ്ക്കുകയും ചിത്രീകരണം
നടത്തുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇതെല്ലാം അവരെഴുതുന്ന പുസ്തകങ്ങളെല്ലാം വായിക്കാൻ അവരുടെ അമ്മ നിർബന്ധിതയായിരുന്നു. അവർ വായിച്ച പുസ്തകങ്ങളിലെ കഥ പോലെയുള്ള കഥകളാണ് അവർ കൂടുതലും എഴുതുന്നത്. അവരുടെ കഥാപാത്രങ്ങളെല്ലാം വെള്ളക്കാരായിരുന്നു, നീല കണ്ണുള്ള വെള്ളക്കാരായിരുന്നു. അടിക്ക് പുസ്തകങ്ങളിൽ വായിച്ചിട്ടുള്ള കഥകളുണ്ട്. ആ കഥകളിൽ പോലെ തന്നെയാണ്, ആ കഥകൾ പോലെയുള്ള കഥകൾ തന്നെയാണ് അവർ എഴുതിയത്. അവരുടെ കഥാപാത്രങ്ങളെല്ലാം നീല കണ്ണുള്ള വെള്ളക്കാരായിരുന്നു. അവർ മഞ്ഞിൽ കളിച്ചിരുന്നു, അവർ ആപ്പിൾ കഴിച്ചിരുന്നു, അവർ കാലാവസ്ഥയെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചിരുന്നു. സൂര്യൻ എത്ര മനോഹരമായി ആണ് പൊങ്ങി വരുന്നത് എന്ന് വരെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അടിച്ചി ഒരിക്കലും നൈജീരിയ വിട്ട് പുറത്ത് പോയിട്ടില്ല. അവർക്ക് കാലാവസ്ഥയെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുപോലെ അവർ കാലാവസ്ഥയെക്കുറിച്ചൊന്നും സംസാരിക്കില്ല. അവിടെ മഞ്ഞുമില്ല. അവർ മാമ്പഴമാണ് കൂടുതലും കഴിച്ചിരുന്നത്. അടിച്ചി ബ്രിട്ടീഷ് അമേരിക്കൻ പുസ്തകങ്ങളാണ് കൂടുതൽ വായിച്ചിരുന്നത്. അതേ കഥകളെ കുറിച്ച് തന്നെയാണ് അവൾ എഴുതിയിരുന്നത്. അത് കൂടുതലും നീലക്കണ്ണുള്ള വെള്ളക്കാരായിരുന്നു. അവളുടെ കഥാപാത്രങ്ങളെല്ലാം മഞ്ഞിൽ കളിക്കുകയും കാലാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുകയും ആപ്പിൾ കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു. സൂര്യൻ ഉദിച്ചു വരുന്ന നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ അവർ വർണ്ണിക്കുമായിരുന്നു. നേരെ മറിച്ച് നൈജീരിയ വിട്ട് പുറത്തു പോകാത്ത അടിച്ചിക്ക് മാമ്പഴമാണ് അവർ കഴിച്ചിരുന്നത്. അവർ കാലാവസ്ഥയെക്കുറിച്ചൊന്നും സംസാരിച്ചിരുന്നില്ല. അതിൻ്റെ ആവശ്യവുമില്ലായിരുന്നു. അവിടെ മഞ്ഞുമില്ലായിരുന്നു നൈജീരിയയിൽ. അപ്പം അവർ പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒറ്റ കഥ, അതായത് ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം നേരെ മനസ്സിലാക്കാതെ ഒരൊറ്റ കഥ മാത്രം വിശ്വസിക്കുകയും അതിൽ അടിയുറച്ച് വിശ്വസിച്ച് ആളുകളെ വിലയിരുത്തുമ്പോൾ ഉണ്ടാകുന്ന അപകടം. അപ്പം ഇങ്ങനെയുള്ള ഒറ്റ കഥയുടെ അപകടം കാരണം അവർ വിശ്വസിച്ചിരുന്നത് എന്താണ്? കുട്ടികളെന്നുള്ള നിലയിൽ എത്രമാത്രമാണ് ഈ ഒറ്റ കഥകളുടെ അപകടം, ഈ കുട്ടികൾ എത്രമാത്രമാണ് അതിൽ സ്വാധീനിക്കപ്പെടുകയും അധീനരാക്കപ്പെടുകയും ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒറ്റ കഥയുടെ സ്വാധീനത്തിൽ ആരാണ് അകപ്പെട്ടു പോകുന്നത്? കുട്ടികൾ എത്രയും എളുപ്പത്തിൽ ഇങ്ങനെയുള്ള ഒറ്റ കഥയുടെ അപകടത്തിൽ സ്വാധീനിക്കപ്പെടുകയും അധീനപ്പെട്ടു പോവുകയും ചെയ്യുന്നു എന്നാണ് അടീക്കി പറയുന്നത്. കാരണം അടീച്ചി വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിലെല്ലാം വിദേശ കഥാപാത്രങ്ങളായിരുന്നു. അവൾക്ക് വ്യക്തിപരമായി മനസ്സിലാവാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് അവൾ കൂടുതലും വായിച്ചിരുന്നത്. അപ്പം അവളുടെ മനസ്സിൽ അടിയുറച്ച് വിശ്വസിച്ച് വെച്ചിരുന്ന എന്താണ്? ആ പുസ്തകം എന്ന് പറയുന്നത് വിദേശ കഥാപാത്രങ്ങളുള്ളതും അവൾക്ക് വ്യക്തിപരമായി മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളും കൂടി ചേർന്നതാണ് പുസ്തകങ്ങൾ എന്നാണ് അവൾ ഇതുവരെയും ധരിച്ചു വെച്ചിരുന്നത്. അവൾ വായിച്ച പുസ്തകങ്ങളുടെ കഥാപാത്രങ്ങളെല്ലാം വിദേശീയരായിരുന്നു. മാത്രമല്ല അവൾക്ക് വ്യക്തിപരമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളും ആണ് പുസ്തകത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് അടീച്ചി ഇതുവരെ വിശ്വസിച്ച് വന്നിരുന്നത്. പക്ഷേ ആഫ്രിക്കൻ പുസ്തകങ്ങൾ അവൾക്ക് വായിക്കാൻ ലഭിച്ചതോടെ അത് അമേരിക്കൻ ബ്രിട്ടീഷ് പുസ്തകങ്ങളെപ്പോലെ സുലഭമല്ല. അത് കണ്ടെത്താനും പ്രയാസമാണ്. വളരെ അപൂർവമായിട്ട് ആഫ്രിക്കൻ പുസ്തകങ്ങൾ കിട്ടാനും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആഫ്രിക്കൻ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയതോടുകൂടി അവൾക്ക് പുസ്തകങ്ങളെ കുറിച്ചുണ്ടായിരുന്ന കാഴ്ചപ്പാട്
പാടെ മാറി. പ്രത്യേകിച്ച് ചിനുവ അഗ്ബെയുടെയും ക്യാമറ ലേ എന്ന് പറയുന്ന 2 ആഫ്രിക്കൻ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷം അഡീച്ചയ്ക്ക് പുസ്തകങ്ങൾ എന്താണ് എന്ന് ഇതുവരെ അവൾ വിശ്വസിച്ച് വെച്ചിരുന്ന ആ ഒരു ശക്തമായ ധാരണയിൽ മാറ്റമുണ്ടായി. കാരണം ആഫ്രിക്കൻ റൈറ്റേഴ്സായ ചിനുവ അഗ്ബെയുടെയും ക്യാമറ ലേയുടെയും പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അവൾ എന്താണ് മനസ്സിലാക്കിയത്? വിദേശ കഥാപാത്രങ്ങളും അവൾക്ക് വ്യക്തിപരമായി മനസ്സിലാകാത്ത കാര്യങ്ങളും മാത്രമല്ല പുസ്തകത്തിലുള്ളത്, മറിച്ച് അവളുടെ അതേ ഗോത്രവർഗത്തിൽപ്പെടുന്ന നൈജീരിയയിലെ ആളുകൾ, അതായത് ചോക്ലേറ്റ് കളറ് തൊലിയുള്ള, അതായത് കറുത്ത വർഗക്കാരും അതുപോലെ തന്നെ ചുരുണ്ട മുടിയുള്ള, കിങ്കി എന്ന് പറഞ്ഞ ചുരുണ്ട മുടിയുള്ള, പോണിറ്റെയിൽ കെട്ടാൻ പറ്റാത്ത മുടിയുള്ള, കറുത്ത ചോക്ലേറ്റ് കളറ് സ്കിന്ന് ഉള്ള അവളെ പോലെയുള്ള ആളുകൾക്കും സാഹിത്യത്തിൽ സ്ഥാനമുണ്ട് എന്ന് ആഫ്രിക്കൻ കഥാപാത്രങ്ങളെ പരിചയപ്പെടുകയും ആ എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുകയും ചെയ്തപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവളെപ്പോലെ ചോക്ലേറ്റ് നിറമുള്ള തൊലിയുള്ളവർക്കും ചുരുണ്ട മുടി, പോണിറ്റെയിൽ എന്ന് പറഞ്ഞാൽ കുതിരവാല് പോലെ തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ മുടി കെട്ടുക. അപ്പോൾ പോണിറ്റെയിൽ ചുരുണ്ട മുടിയുള്ളവർക്ക് കെട്ടാൻ പറ്റൂല. അപ്പം അവളെപ്പോലെ ചോക്ലേറ്റ് നിറമുള്ള തൊലിയുള്ളതും പോണിറ്റെയിൽ കെട്ടാൻ പറ്റാത്ത രീതിയിൽ ചുരുണ്ട മുടിയുമുള്ള നൈജീരിയക്കാർക്ക്, കറുത്ത വർഗക്കാർക്കും സാഹിത്യത്തിൽ സ്ഥാനമുണ്ട് എന്നുള്ളത് ആഫ്രിക്കൻ എഴുത്തുകാരായ ചിനുവ അഗ്ബെയുടെയും ക്യാമറ ലേയുടെയും പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അഡീച്ചയ്ക്ക് മനസ്സിലായി. അവൾ ഇത്രയും നാള് ഉണ്ടാക്കി വച്ചിരുന്ന ധാരണ തെറ്റാണെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പൊ പുതുതായിട്ട് കിട്ടിയ അറിവ്, അതായത് ആഫ്രിക്കൻ വംശജർക്കും സാഹിത്യത്തിൽ സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവൾ അതിനെക്കുറിച്ച് എഴുതാൻ തുടങ്ങി. അവൾ മുമ്പ് വായിച്ച ബ്രിട്ടീഷ് അമേരിക്കൻ പുസ്തകങ്ങൾ അവൾക്ക് പുതിയ ലോകം തുറന്നു കൊടുക്കുകയും അവളുടെ ഭാവനയെ ഉണർത്തുകയും ചെയ്തു. പക്ഷെ അവൾക്ക് ഇത്രയും നാളും പുസ്തകങ്ങൾ എന്തായിരുന്നു എന്നുണ്ടായിരുന്ന ആ ധാരണ ആഫ്രിക്കൻ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായിച്ചപ്പോഴേക്കും പാടെ മാറിക്കിട്ടുകയും സാഹിത്യത്തിൽ വിദേശ കഥാപാത്രങ്ങൾ മാത്രമല്ല അവളെപ്പോലെ കറുത്ത വർഗക്കാർക്കും പോണിറ്റെയിൽ കെട്ടാൻ പറ്റാത്ത രീതിയിൽ ചുരുണ്ട മുടിയുള്ളവർക്കും സ്ഥാനമുണ്ട് എന്നവൾ മനസ്സിലാക്കിയതും അവൾക്ക് ഉണ്ടായിരുന്ന ആ തെറ്റിദ്ധാരണ പാടെ മാറ്റിക്കൊടുത്തതും ആഫ്രിക്കൻ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ്. പിന്നെ അഡീക്കി എന്ന് പറയുന്നത് ഒരു യാഥാസ്ഥിതിക മധ്യവർഗ നൈജീരിയൻ കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പം അവളുടെ അച്ഛൻ ഒരു പ്രൊഫസറും അമ്മ ഒരു അഡ്മിനിസ്ട്രേറ്ററും ആയിരുന്നു. അപ്പം അവിടെയുള്ള ഒരു പതിവെന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വല്ലപ്പോഴും വരുന്ന ആളുകളുടെ സഹായം വീട്ടു ജോലിക്ക് വേണ്ടിയിട്ട് ലഭിച്ചിരുന്നു. അങ്ങനെ അഡീച്ചയ്ക്ക് 8 വയസ്സുള്ളപ്പോൾ ഫിഡെ എന്ന് പറയുന്ന ഒരു ആൺകുട്ടി അവിടെ ഇവളുടെ അഡീച്ചയുടെ വീട്ടിൽ ജോലിക്കായിട്ട് വന്നു. ഫിഡയുടെ കുടുംബം വളരെ ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബമായിരുന്നു എന്നാണ് അഡീച്ചയുടെ അമ്മ അഡീച്ചയോട് പറഞ്ഞിട്ടുള്ളത്. കാരണം അത്രയും ദാരിദ്ര്യമുള്ള കുടുംബമാണ്. അതുകൊണ്ട് അഡീച്ചയുടെ അമ്മ പിന്നെ ചോറും അതുപോലെ തന്നെ ചേന, യാമെന്ന് പറഞ്ഞ ചേന, ചോറ്, അതുപോലെ അരി, ചേന, അരി, അതുപോലെ തന്നെ പഴയ വസ്ത്രങ്ങൾ, ഇതെല്ലാം അഡീച്ചയുടെ അമ്മ ഈ ഫിഡയുടെ വീട്ടിലേക്ക് കൊടുത്തു വിടുമായിരുന്നു. കാരണം അത്രയും ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിലുള്ളതാണ് ഫിഡെ. അപ്പം ഈ അഡീച്ച ഇങ്ങനെ ആഹാരമൊന്നും കഴിക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അഡീച്ചയുടെ അമ്മ അവളെ ഉപദേശിക്കുമായിരുന്നു. നീ എന്താണ് ഒന്നും കഴിക്കാതിരിക്കുന്നത്? ആ ഫിഡയുടെ കുടുംബത്തിലുള്ളവർക്ക് ഇതുപോലെ ഒന്നും കഴിക്കാൻ പോലും നേരെ ചൊവ്വയില്ല.
എന്നിട്ടാണോ നീ ഇങ്ങനെ ആഹാരം കഴിക്കാതെ ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന സമയം? പെട്ടെന്ന് കഴിക്കും എന്നുള്ള രീതിയിൽ അടീച്ചയുടെ അമ്മ അടീച്ചയോട് ഉപദേശിക്കുമായിരുന്നു. കാരണം ഫിഡയുടെ കുടുംബത്തിന് ഒന്നും തന്നെ കഴിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോഴാണോ നീ ഇങ്ങനെ ആഹാരം കഴിക്കാതെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അടീക്കയുടെ അമ്മ അടീക്കയെ വഴക്ക് പറയുമായിരുന്നു, ഉപദേശിക്കുമായിരുന്നു. പിന്നെ ഒരു ദിവസം ശനിയാഴ്ച അടീക്ക് ഈ ഫിഡയുടെ ഗ്രാമം സന്ദർശിക്കാനായിട്ട് പോയി. അപ്പം ഇവളുടെ മനസ്സിലുള്ള ധാരണ എന്ന് പറഞ്ഞ് ഇവളുടെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഫിഡയുടെ കുടുംബം ഏറ്റവും ദാരിദ്ര്യം പിടിച്ച കുടുംബമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ചേന, അരി, പഴയ വസ്ത്രങ്ങളൊക്കെ അടീക്കയുടെ അമ്മ ഫിഡയുടെ കുടുംബത്തിലോട്ട് കൊടുത്തു വിടുന്നത്. അപ്പം ഇവളുടെ ധാരണ എന്ന് പറഞ്ഞാൽ ഫിഡയുടെ കുടുംബം വളരെ ദാരിദ്ര്യം പിടിച്ചതെന്നാണ് കരുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ശനിയാഴ്ച അവള് ഫിഡയുടെ ഗ്രാമം സന്ദർശിക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഫിഡയുടെ അമ്മ ഫിഡയുടെ സഹോദരൻ പിന്നെ നിറം കൊണ്ട് ഉണ്ടാക്കിയ, അതായത് കളറ് കൊണ്ട് ഉണ്ടാക്കിയ, അതായത് റഫിയ ചെടിയുടെ പനയോലയിൽ നിന്നും എടുക്കുന്ന ഒരു ചെടിയാണത്. ആ ചെടിയിൽ കളറ് ചേർത്തിട്ട് അതിമനോഹരമായ രീതിയിൽ ചിത്രപ്പണി ചെയ്ത ഒരു കുട്ട കാണിച്ചു കൊടുത്തു. ഇതാരാണ് ഉണ്ടാക്കിയത്? ഫിഡയുടെ സഹോദരൻ. അപ്പം റഫിയ ചെടി എന്ന് പറഞ്ഞാൽ പനയോല അല്ലെങ്കിൽ തെങ്ങോലയിൽ നിന്നും എടുക്കുന്ന ഒരു പ്രത്യേക ഇലയാണ്. അത് വെച്ചിട്ട് അതിൽ ചായയൊക്കെ തേച്ച് പ്രത്യേക രീതിയിൽ വളരെ മനോഹരമായ ചിത്രപ്പണി ചെയ്ത ഒരു കുട്ട ഫിഡയുടെ സഹോദരൻ ഉണ്ടാക്കി. അത് ഫിഡയുടെ അമ്മ ആർക്ക് കാണിച്ചു കൊടുത്തു? അടീക്കയ്ക്ക് കാണിച്ചു കൊടുത്തു. അപ്പം അടീച്ച ഇത് കണ്ട് ആകെ ഐശ്വര്യപ്പെട്ടു പോയി. കാരണം അവളുടെ അമ്മ പറഞ്ഞതാണ് അവളുടെ മനസ്സിൽ ഇപ്പോഴും ഇരിക്കുന്നത്. എന്താണ്? ഫിഡയുടെ കുടുംബം വളരെ ദാരിദ്ര്യമാണ്, അവർക്ക് ഇങ്ങനെയുള്ള മനോഹരമായ ഒരു കലാസൃഷ്ടിയും ചെയ്യാൻ കഴിയില്ല, അവർ അതിനൊന്നും പോക്കില്ലാത്തവരാണ് എന്നുള്ള ഒരു രീതിയിലാണ് ഇവളവിടെ സന്ദർശിക്കുന്നത്. അപ്പം പെട്ടെന്ന് അടിപൊളിയായിട്ടൊരു കുട്ട ഫിഡയുടെ സഹോദരൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കണ്ടപ്പോൾ അടീച്ചയ്ക്ക് വളരെയധികം ഐശ്വര്യം തോന്നി. കാരണം അവൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം ഫിഡയുടെ കുടുംബം അത്രയും ദാരിദ്ര്യപ്പെട്ടതാണെന്നും അവർക്ക് അതിനപ്പുറം ഒന്നും കഴിവിട്ട രീതിയിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു ധാരണയാണ് ആർക്കുണ്ടായിരുന്നത്? അടീക്കയ്ക്ക്. അവരത്രയും ദാരിദ്ര്യപ്പെട്ടവരാണെന്നും അവർ ആ രീതിയിലാണ് അവൾ കണ്ടുവച്ചിരുന്നത്. അതിനപ്പുറം എന്തെങ്കിലും ആ കുടുംബത്തിന് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അടീക്ക് നിന്നിരുന്നത്. അപ്പം ഈ കുട്ട കണ്ടപ്പോൾ അവളുടെ ധാരണ മൊത്തം മാറി. അപ്പം അവൾ പറയുകയാണ്, ഇതുപോലെയുള്ള ഒറ്റ കഥകൾ നമ്മൾ കേട്ട് വിശ്വസിച്ച് വെക്കരുത്. കാരണം ഒരാളിനെ നേരിട്ട് കാണുമ്പോൾ മാത്രമേ യഥാർത്ഥ സ്ഥിതി അറിയാൻ കഴിയുകയുള്ളൂ. അപ്പം നേരിട്ട് ഒരാളിനെ അല്ലെങ്കിൽ ഒരു സാഹചര്യം വിലയിരുത്തി നിജസ്ഥിതി മനസ്സിലാക്കാതെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ സംസ്കാരവും ജീവിത സാഹചര്യങ്ങളും പിന്നെ ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ അവരെക്കുറിച്ച് കേട്ടറിവ് ഉള്ള ഒറ്റ കഥകളും മാത്രം വിശ്വസിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ വിലയിരുത്തരുത് എന്നാണ് അടീക്ക് ഇപ്പം ഫിഡയുടെ കുടുംബം സന്ദർശിച്ചതിന് ശേഷം പറഞ്ഞത്. ഇത്തരത്തിലുള്ള ഒറ്റ കഥ, അമ്മ പറഞ്ഞ ഒറ്റ കഥ, അതായത് ഫിഡയുടെ കുടുംബം അത്രയും ദാരിദ്ര്യമുള്ള കുടുംബമാണ് എന്ന അമ്മ പറഞ്ഞ ഒറ്റ കഥയുടെ ആ ഒരു ധാരണയാണ് അവിടെ മനസ്സിലിരുന്നത്. അതിനപ്പുറം എന്തെങ്കിലും ഈ കുടുംബത്തിന് ചെയ്യാൻ പറ്റും എന്നവൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ഒറ്റ കഥയിൽ വിശ്വസിക്കരുത്, അത് തികച്ചും അർത്ഥശൂന്യമാണ് എന്നാണ് പിന്നെ അടീക്ക് നമ്മളോട് പറയുന്നത്. ഇത്രയാണ് ആദ്യത്തെ 5 പാരഗ്രാഫ്. ഓക്കെ, താങ്ക് യു.